ദുലീപ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കായിക ഇനമേത്? ഉത്തരം ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് ദുലീപ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കായിക ഇനം. ഷൂട്ടൗട്ട്, സഡൻ ഡെത്ത്, ടൈ ബ്രേക്കർ, കോർണർ കിക്ക് എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്? ഉത്തരം ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഷൂട്ടൗട്ട്, സഡൻ ഡെത്ത്, ടൈ ബ്രേക്കർ, കോർണർ കിക്ക് എന്നിവ. ഒളിമ്പിക്സിൽ ആദ്യമായി ഉത്തേജക മരുന്ന് പരിശോധന ഏർപ്പെടുത്തിയ വർഷമേത്? ഉത്തരം 1968. ഈ വർഷം മെക്സിക്കോയിലാണ് ഒളിമ്പിക്സ് നടന്നത്. 1968 മെക്സിക്കോയിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായി ഉത്തേജക മരുന്ന് പരിശോധന ഏർപ്പെടുത്തിയത്. എത്ര വർഷം കൂടുമ്പോഴാണ് പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്നത്? ഉത്തരം 4 വർഷം. 4 വർഷം കൂടുമ്പോഴാണ് പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമേത്? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം. രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമേത്? ഉത്തരം മനില. ഇവിടെ 1954 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 1954 നടന്ന മനിലയിലാണ് രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ, അതായത് 1984 ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ, അതായത് 1984 ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 2ാം സ്ഥാനം. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏത് കായിക വിനോദത്തിനാണ് പ്രസിദ്ധം? ഉത്തരം ഫുട്ബോൾ. ഫുട്ബോളിന് പ്രസിദ്ധമായ സ്റ്റേഡിയമാണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. CK നായിഡു അവാർഡ് ആദ്യമായി നേടിയതാര്? ഉത്തരം ലാല അമർനാഥ്. ലാല അമർനാഥാണ് ആദ്യമായി CK നായിഡു അവാർഡ് നേടിയത്.